ഹലോ, ഇന്ന് ക്യാരറ്റും അവലും വെച്ച് അടിപൊളി ഒരു മധുര പലഹാരം തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഇതാ 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ ഇത് അവൽ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച 1 കപ്പ് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് ആ നെയ്യിൽ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ശർക്കരപ്പാനി കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ ശർക്കരപ്പാനിയിൽ ചെറുതായിട്ട് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ആ ശർക്കരപ്പാനി ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച അവൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതാ അവലൊക്കെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഇനി കട്ടിയായി വരുന്ന സമയത്ത് അതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതാ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവത്തിൽ വേണം വാങ്ങാനായിട്ട്. ഇനി ഒരു കേക്ക് ടിന്നിലേക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് അല്പം നട്ട്സ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നേരത്തെ തയ്യാറാക്കി വെച്ച അവലും ക്യാരറ്റും കൊണ്ടുള്ള മിക്സ് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നിരത്തി കൊടുക്കാം. അങ്ങനെ ഫുള്ളായി നിരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് അല്പം നട്ട്സും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി 10 മിനിറ്റിന് ശേഷം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഇതാ അവലും ക്യാരറ്റും കൊണ്ടുള്ള അടിപൊളി മധുരപലഹാരം തയ്യാറായിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അടിപൊളിയായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.